വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സർവീസ് ടു ബി ക്യാരിഡ് ഔട്ട് ഫോർ ദ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഡിഫറെൻറ്റ് ടേംസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ബ്രിഡ്ജ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് ഓഫ് ബ്രിഡ്ജാണ്. അപ്പോൾ കോമൺലി ഒരു ബ്രിഡ്ജിനെ നമ്മൾ 3 കമ്പോണൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ ആൻഡ് അഡ്ജോയിനിങ് സ്ട്രക്ചർ. അപ്പോൾ ഈ സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സും എന്താണെന്ന് നോക്കാം. സബ്സ്ട്രക്ചർ ഇറ്റ് ഇൻക്ലൂഡ് ദ പിയേഴ്സ്, ദ അബറ്റ്മെൻറ്റ്സ് ആൻഡ് ദി ഫൗണ്ടേഷൻ. സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോമൺലി ഫൗണ്ടേഷനും അതുപോലെ അബട്ട്മെൻറ്റും പിയറും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ബോട്ടം മോസ്റ്റ് സ്ട്രക്ചേഴ്സാണ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചർ. സോ സൂപ്പർ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ദി ഡെക്ക് സ്ട്രക്ചർ itself which support the direct loads due to traffic and all the other permanent and variable loads to which the structure is subjected. അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോമൺലി ഡെക്ക് സ്ലാബും പിന്നെ അതിൻ്റെ മുകളിലോട്ട് വരുന്ന സ്ട്രക്ചേഴ്സിനെയാണ് കോമൺലി സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്ക് സ്ലാബും പിന്നെ ഡെക്ക് സ്ലാബിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്, ട്രാഫിക് ലോഡും പെഡസ്ട്രിയൽ ലോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡും ഇൻക്ലൂഡഡ് ആവുന്നതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് പാർട്ട് ഈസ് അഡ്ജോയിനിങ് സ്ട്രക്ചർ which includes approaches, river training works, guard stones, etc. അപ്പോൾ അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സ് പറഞ്ഞാൽ ഈ സബ്സ്ട്രക്ചറിൻ്റെ തൊട്ടടുത്തൊക്കെയായിട്ട് അഡ്ജോയിനിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ലൈക്ക് അപ്രോച്ചസ്, അതായത് മെയിൻ റോഡിൽ നിന്നും ബ്രിഡ്ജിലേക്ക് വരുന്ന ആ ഒരു പാത്തില്ലേ, അതിനെയാണ് ആ ഒരു എൻട്രൻസിനെയാണ് നമ്മൾ അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്രോച്ചും അതുപോലെ തന്നെ ഇനി വല്ല റിവർ ട്രെയിനിങ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിവർ ട്രെയിനിങ് വർക്ക്സും അതുപോലെ തന്നെ നമ്മൾ ഗാർഡ് സ്റ്റോൺസ് ഒക്കെ പതിപ്പിക്കില്ലേ, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് കമ്പോണൻറ്റ് ഓഫ് ദി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ 3 സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യനിലൊക്കെ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ദെൻ അപ്പോൾ ഇതാണ് കമ്പോണൻറ്റ് ഓഫ് എ ബ്രിഡ്ജ്. ഒരു ടോട്ടൽ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഏറ്റവും ബോട്ടം പോർഷനിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കാണാം, അതിന് തൊട്ട് മുകളിലായിട്ട് അബട്ട്മെൻറ്റ് കാണാം. ദെൻ അബട്ട്മെൻ്റ് എന്ന് കോമൺലി നമ്മൾ പറയുന്നത് 2 ബ്രിഡ്ജിൻ്റെ സ്പാനിൻ്റെ എൻഡിലായി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അബട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടലി ഒരു ബ്രിഡ്ജിൽ 2 അബട്ട്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ മുകളിലായിട്ടായി നിങ്ങൾക്ക് എന്ത് കാണാം, ഡെക്ക് സ്ലാബ് കാണാം, അതിന് മുകളിൽ പാരപ്പറ്റ്, ദെൻ അപ്രോച്ചസ്, എംബാങ്ക്മെൻറ്റ്സ് ഒക്കെ കണ്ടില്ലേ, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അഡ്ജോയിനിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ആണ്. ഇതിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആണ്. ഞാൻ എന്തായാലും ക്ലാസ് കണ്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതായത് IRC ക്ലാസിഫിക്കേഷനും പിന്നെ അലൈൻമെൻറ്റ് വെച്ചുള്ള ക്ലാസിഫിക്കേഷനും പിന്നെ ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് അതും കൂട്ടിയിട്ട് വേണം നിങ്ങൾ അസൈൻമെൻറ്റിൽ എഴുതാൻ. അതുപോലെ തന്നെ കൾവേർട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടായിരിക്കും തരിക. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് നോക്കാം. There are different types of classification of bridges. The first one is according to function. അതായത് ഫംഗ്ഷൻ അനുസരിച്ച് ബ്രിഡ്ജസിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്നതാണ്. ഫംഗ്ഷൻ അനുസരിച്ച് കോമൺലി അക്യുഡക്റ്റ്, വിയാഡക്റ്റ്, ഹൈവേ, പെഡസ്ട്രിയൻ എക്സെട്ര, ഇങ്ങനെയാണ് നമ്മൾ കോമൺലി ക്ലാസിഫൈ ചെയ്യുന്നത്, ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഉണ്ടാവാം, പെഡസ്ട്രിയൻ മൂവ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ട്രാഫിക് മൂവ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിഡ്ജസ് ആണെങ്കിൽ ഹൈവേ ബ്രിഡ്ജസ്. ദെൻ അക്യുഡക്റ്റ്, അതുപോലെ തന്നെ വിയാഡക്റ്റ്, ഇതൊക്കെ വാട്ടർ പാസേജിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അക്യുഡക്റ്റും വിയാഡക്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി വാട്ടർ പാസേജിന് വേണ്ടി അക്യുഡക്റ്റും ഇനി വിയാഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആർച്ചൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് വിയാഡക്റ്റ് എന്ന് പറയുന്നത്. കോമൺലി ട്രെയിൻ മൂവ്മെൻറ്റിനും അതുപോലെ തന്നെ ട്രാഫിക് മൂവ്മെൻറ്റിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി അനദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് കൺസ്ട്രക്ഷന് ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് നമുക്ക് ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, സ്റ്റീൽ, കോമ്പോസിറ്റ്, ടിമ്പർ എക്സെട്ര. Then another classification is according to the form of superstructure. അതായത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഫോം അനുസരിച്ച് നമുക്ക് എന്ത് ക്ലാസിഫൈ ചെയ്യാം, ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്ലാബ് ബ്രിഡ്ജസ്, beam bridges, truss bridge,
ആർച്ച് ബ്രിഡ്ജ്, സസ്പെൻഷൻസ് ആൻഡ് കേബിൾ സ്റ്റെയർഡ് ബ്രിഡ്ജ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോം ഓഫ് സൂപ്പർ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ ഇൻഡസ് സ്പാൻ റിലേഷൻ. ഇൻഡസ് സ്പാൻ റിലേഷൻ അനുസരിച്ച് ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യാം. അത് സിമ്പിൾ ബ്രിഡ്ജ്, കണ്ടിന്യൂസ് ബ്രിഡ്ജ് ആൻഡ് കാൻഡിലിവർ ബ്രിഡ്ജ്. ദെൻ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ ബ്രിഡ്ജ് ഫ്ലോർ റിലേറ്റിംഗ് ടു ദ സൂപ്പർ സ്ട്രക്ചർ. അതായത് സൂപ്പർ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പൊസിഷൻ ഓഫ് ദി ഫ്ലോറിനെയും ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡെക്ക് ബ്രിഡ്ജ്, ത്രൂ ബ്രിഡ്ജ്, ഹാഫ് ത്രൂ ബ്രിഡ്ജ്, അങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ദെൻ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വന്നത് പിൻ കണക്റ്റഡ് ബ്രിഡ്ജ്, റിവറ്റഡ് ബ്രിഡ്ജ്, ദെൻ വെൽറ്റഡ് ബ്രിഡ്ജ്. അപ്പോൾ ഈ പിൻ കണക്ഷനും റിവറ്റഡും വെൽറ്റഡും എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീൽ ഡിസൈനിങ് പഠിച്ചപ്പോൾ എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. Then another classification is according to the rod level relative to the high flood level. അതായത് ഹൈ ഫ്ലഡ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്ത് റോഡ് ലെവൽ എവിടെയാണ് അതിനെ അനുസരിച്ച് നമുക്ക് ബ്രിഡ്ജിനെ ഹൈ ലെവൽ ബ്രിഡ്ജ് എന്നും അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ ബ്രിഡ്ജ് എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ക്ലിയറൻസ് ഫോർ നേവിഗേഷൻ, മൂവബിൾ ബാസ്ക്യൂൾ, മൂവബിൾ സ്വിംഗ്, ട്രാൻസ്പോർട്ടർ, ഇങ്ങനെയും ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് സ്പാൻ അനുസരിച്ച് ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യാം. സ്പാൻ അനുസരിച്ച് കോമൺലി ഷോർട്ട് ബ്രിഡ്ജ്, മീഡിയം, ലോങ്, റൈറ്റ്, സ്ക്യൂസ്, കർവ്ഡ്. അതായത് എത്രത്തോളം സ്പാനിലാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി സ്ക്യൂഡ് സ്പാൻ ആണെങ്കിൽ അതിനെ സ്ക്യൂഡ് ബ്രിഡ്ജ് എന്ന് പറയും, കർവ്ഡ് ബ്രിഡ്ജ്. അതൊക്കെ അതിൻ്റെ സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിറ്റർമിനേറ്റ് ബ്രിഡ്ജ് എന്നും ഇൻഡിറ്റർമിനേറ്റ് ബ്രിഡ്ജ് എന്നും അതിൻ്റെ ഡിഗ്രി ഓഫ് റിഡൻഡൻസി ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഏത് സർവീസസാണ്, ഏത് പേർപ്പസിന് വേണ്ടിയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഡ്യൂറേഷനിൽ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പെർമനൻറ്റ്, ടെമ്പററി ബ്രിഡ്ജ് ആൻഡ് മിലിറ്ററി ബ്രിഡ്ജൊക്കെ കോമൺലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മിലിറ്ററി ബ്രിഡ്ജൊക്കെ നമുക്ക് ഈ പ്രീവിയസ് ആയിട്ട് ഒരു ഫ്ലഡ് ഉണ്ടായപ്പോൾ അവിടെ നമ്മളൊരു മിലിറ്ററി ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ന്യൂസൊക്കെ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും. ദെൻ ഇനി അനദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ്. ദെൻ ബേസ്ഡ് ഓൺ ഇപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൻ്റെ ടൈപ്പിനനുസരിച്ച് നമ്മൾ ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് നമ്മൾ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സസ്പെൻഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ സസ്പെൻഷൻ ബ്രിഡ്ജസ്. അപ്പോൾ എല്ലാവരും സസ്പെൻഷൻ ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സസ്പെൻഷൻ ബ്രിഡ്ജ് ആർ സസ്പെൻഡഡ് ഫ്രം കേബിൾസ്. അതായത് കേബിൾ സസ്പെൻഡ് ചെയ്തിട്ട് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തതിനാണ് നമ്മൾ സസ്പെൻഡഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ദ ഏർലിയസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് വേർ മെയ്ഡ് ഓഫ് റോപ്സ് ഓർ വൈൻസ് കവേർഡ് വിത്ത് ദ പീസസ് ഓഫ് ബാംബു. അപ്പോൾ ഏർലിയർ ആയിട്ട് മുമ്പ് കാലത്തൊക്കെ സസ്പെൻഷൻ ബ്രിഡ്ജസ് കോമൺലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കയറ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബാമ്പു ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പണ്ടത്തെ കാലത്തുള്ള സസ്പെൻഷൻ ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇൻ മോഡേൺ ബ്രിഡ്ജസ് ദ കേബിൾ ഹാങ് ഫ്രം ടവേഴ്സ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ കേസൻസ് ഓർ കോഫർ ഡാം. അപ്പോൾ ഇപ്പോൾ പണ്ട് കാലത്തെ ചെറിയ തരത്തിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജസ് ഒക്കെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മോഡേൺ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ടവേഴ്സ് ഉണ്ടാവും. അതിൽ നിന്നും പിന്നെ കേബിൾസ് ഹാങ് ചെയ്തിട്ടായിരിക്കും ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്നെ ആ കേബിളിലോട്ടായിരിക്കും ഇതിൻ്റെ എൻ്റയർ ലോഡ് ക്യാരി ചെയ്യുന്നത്. ഇതാണ് ഇമേജസ് ഓഫ് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു ഇമേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ സസ്പെൻഷൻ ആ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് സസ്പെൻഷൻ കേബിൾ എന്ന് പറയുന്നത്. ദെൻ അനദർ ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ഈസ് ആർച്ച് ബ്രിഡ്ജ്. ആർച്ച് ബ്രിഡ്ജ് ഹാവ് അബട്ട്മെൻറ്റ് അറ്റ് ഈച്ച് എൻഡ്. അതായത് ആർച്ച് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് എൻഡിലും അബട്ട്മെൻറ്റ് ഉണ്ടാകും. ദ വെയ്റ്റ് ഓഫ് ദ ബ്രിഡ്ജ് ഈസ് ത്രസ്റ്റ് ഇൻ ടു ദ അബട്ട്മെൻറ്റ് അറ്റ് എയ്തർ സൈഡ്. എയ്തർ സൈഡിലോട്ടുള്ള അബട്ട്മെൻറ്റിലേക്കായിരിക്കും എന്ത് ലോഡ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫിഗർ ഓഫ് ആൻ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആർച്ച് ഷേപ്പിലായിരിക്കും ഇതിന് എന്തുണ്ടാവുക, സൂപ്പർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ രണ്ട് എൻഡിലായിട്ടും എന്തുണ്ടാവും, ഒരു അബട്ട്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അനദർ ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ഈസ് ബീം ബ്രിഡ്ജ്. Beam bridges are horizontal beams supported at each end by substructure unit and can be either simply supported when the beams only connected across a single span or continuous when the beams are connected across two or more span. അപ്പോൾ ബീം ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ കോമൺലി സിംഗിൾ സപ്പോർട്ടഡ് ബ്രിഡ്ജ് ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ്
സിംഗിൾ സ്പാൻ ബ്രിഡ്ജും ഉണ്ടാവും, കണ്ടിന്യൂസ് സ്പാൻ ബ്രിഡ്ജും ഉണ്ടാവുക. സിംഗിൾ സ്പാൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജിന് ഒറ്റ ഒരു സ്പാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് സ്പാനുള്ള ബ്രിഡ്ജാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് പിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് കണ്ടിന്യൂസ് സ്പാൻ ആയിരിക്കും. ഒരുപാട് സ്പാനുള്ള ബ്രിഡ്ജസിനെയാണ് കണ്ടിന്യൂസ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് സബ്സ്ട്രക്ചറിൻ്റെ എൻഡിലായിട്ട് ഹൊറിസോണ്ടൽ ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഉണ്ടാവും. Then another type of bridge is truss bridge. A truss bridge is a bridge whose load-bearing structure is composed of a truss. അപ്പോൾ ട്രസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ മെയിൻലി കമ്പോസ്ഡ് ചെയ്തിട്ട് ട്രസ് ഉപയോഗിച്ചായിരിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. ആ ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് എന്ത് പറയുന്നത്, ട്രസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ദ ട്രസ് ഈസ് എ സ്ട്രക്ചർ ഓർ കണക്റ്റഡ് എലമെൻറ്റ് ഫോമിങ് ട്രയാങ്കുലർ യൂണിറ്റ്. അപ്പോൾ ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഡിസൈനിൽ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് ട്രയാങ്കുലർ യൂണിറ്റിലുള്ള എലമെൻറ്റ് കൺസിസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കുലർ യൂണിറ്റ് ഫോം ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ലോഡ് ബിയറിംഗ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രസ് ആയിരിക്കും. ആ ട്രസ്സാണ് ലോഡ് ബിയർ ചെയ്യുന്നത്. Then another type of bridge is cantilever bridges. So cantilever bridges are based on structures that project horizontally into space. അപ്പോൾ കാൻറ്റിലിവർ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ, കാൻറ്റിലിവർ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഒരു സൈഡിൽ മാത്രം സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ കാൻറ്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം സപ്പോർട്ട് കൊടുത്ത് അനദർ എൻഡ് ഫ്രീ ആയി കിടക്കുന്ന ആ ടൈപ്പ് ഓഫ് ബീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാൻറ്റിലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജസിൻ്റെ കേസിൽ വരുമ്പോഴും അതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അതായത് ദീസ് ആർ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചേഴ്സ് ദാറ്റ് പ്രൊജക്റ്റ് ഹൊറിസോണ്ടലി ഇൻ ടു ദ സ്പേസ്. അതായത് ഒരു സൈഡിൽ മാത്രം സപ്പോർട്ട് കൊടുത്തിട്ട് അനദർ എൻഡ് ഫ്രീ ആയിട്ട് സ്പേസിലേക്ക് ഫ്രീ ആയി കിടക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിനെയാണ് നമ്മൾ കാൻറ്റിലിവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓൺലി വൺ എൻഡ് ആയിരിക്കും സപ്പോർട്ടിലായിട്ടുണ്ടാവുക. ഇഫ് ടു cantilevers projected out from a central piers, the ഫോഴ്സ് ആർ ബാലൻസ്. അപ്പോൾ ഇതേപോലെ ഒരു കാൻറ്റിലിവർ ബ്രിഡ്ജസ് മാത്രം കൊടുത്താൽ അവിടെയുള്ള ഫോഴ്സ് എന്ത് ചെയ്യില്ല, ബാലൻസ്ഡ് ആയി പോവില്ല. അപ്പോൾ അതേസമയം രണ്ട് കാൻറ്റിലിവർ നമ്മൾക്ക് ഒരുമിച്ച് കൊടുത്താൽ എന്തായിരിക്കും, അവിടെയുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആയി പൊയ്ക്കോളും. അപ്പോൾ ഇതാണ് കാൻറ്റിലിവർ ബ്രിഡ്ജസിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഗ്രീൻ പിയർ കണ്ടില്ലേ, ഗ്രീൻ പിയറാണ് അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അനദർ എൻഡ് എന്താണ്, ഫ്രീ ആയി കിടക്കുകയാണ്. അതാണ് ഒരു കാൻറ്റിലിവർ എന്ന് പറയുന്നത്. അതേ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നും മറ്റൊരു കാൻറ്റിലിവർ പ്രൊജക്റ്റ് ചെയ്തിട്ട് രണ്ട് കാൻറ്റിലിവറും കൂടി ചേർന്നിട്ട് അവിടുത്തെ ലോഡ് ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അനദർ ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ഈസ് ബോസ്ട്രിംഗ് ഗേർഡർ ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് ബോസ്ട്രിംഗ് ഗേർഡർ ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആർച്ച് ബ്രിഡ്ജ്. 2 ആർച്ച് റിബ്സ് ആർ പ്രൊവൈഡഡ് ഓൺ 2 സൈഡ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആർച്ച് ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷേ ഒരുപാട് എന്തുണ്ടാവും, ആർച്ചുകൾ കണ്ടെയ്ൻ ചെയ്തതായിരിക്കും ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡിൽ നിന്നും 2 ആർച്ച് റിബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആർച്ച് ബ്രിഡ്ജസിനെയാണ് നമ്മൾ ബോസ്ട്രിംഗ് ഗേർഡർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മച്ച് ലൈക്ക് എ ത്രൂ ട്രസ് ബ്രിഡ്ജ് except that the truss can be higher, deeper segmental curve. ഇത് പിന്നെ ആർച്ച് ബ്രിഡ്ജും അതുപോലെ തന്നെ ത്രൂ ട്രസ് ബ്രിഡ്ജ് പോലെ തന്നെയാണ്. ഇതിനെ ത്രൂ ട്രസ് ബ്രിഡ്ജ് പോലെ തന്നെയാണ്. ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രസ് എന്ന് പറയുന്നത് സാധാരണ ട്രസ് ബ്രിഡ്ജിൽ കൊടുക്കുന്നതിനേക്കാളും ഹയറും അതുപോലെ തന്നെ ഡീപ്മെൻറ്റലും ധാരാളം സെഗ്മെൻറ്റൽ കർവ് ഉള്ള ട്രസ്സും ആയിരിക്കും എന്തിലുണ്ടാവുക, ബോസ്ട്രിംഗ് ഗേർഡർ ബ്രിഡ്ജിൽ ഉണ്ടാവുക. സാധാരണ ട്രസ് ബ്രിഡ്ജ് ആണെങ്കിൽ എലമെൻ്റൽ ട്രയാങ്കുലർ യൂണിറ്റ്സ് ഫോം ചെയ്തത് മാത്രമായിരിക്കും. അതിനേക്കാളും ഡീപ്പർ ആയിട്ടുള്ള ട്രസ് ആയിരിക്കും എന്തിൽ ഉണ്ടാവുക, ബോസ്ട്രിംഗ് ഗേർഡർ ബ്രിഡ്ജിൽ ഉണ്ടാവുക. ഇത് കോമൺലി സ്യൂട്ടബിൾ ഫോർ സ്പാൻ അപ് ടു 50 മീറ്റർ ടു 150 മീറ്റർ. അതായത് 50 മീറ്റർ ടു 150 മീറ്റർ വരെയുള്ള സ്പാൻസിലാണ് കോമൺലി ബോസ്ട്രിംഗ് ഗേർഡർ ബ്രിഡ്ജ് കൊടുക്കാറ്. ഇനി അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സോ അട്രാക്റ്റീവാണ് കാണാൻ. അതായത് ഒരുപാട് സെഗ്മെൻറ്റൽ കർവുകൾ ഉള്ളതുകൊണ്ട് തന്നെ സോ അട്രാക്റ്റീവാണ്. ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഓൺ ലെസ് റോബേഴ്സ് ഫൗണ്ടേഷൻ. എക്സാമ്പിൾ എ ടോപ്പ് എലിവേറ്റഡ് പിയേഴ്സ് ഏരിയാസ് ഓഫ് അൺഈവൻ സോയിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ഫൗണ്ടേഷനിലും വേണമെങ്കിൽ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് അൺഈവൻ സോയിലൊക്കെ നമുക്ക് ടോപ്പ് എലിവേറ്റഡ് ആയിട്ടുള്ള പിയേഴ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് അൺഈവൻ സോയിൽ വളരെ ഹൈറ്റിലൊക്കെ നമുക്ക് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം,
ബോസ്റ്ററിംഗ് ഗർഡർ ബ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സ്ട്രെങ്ത് കുറഞ്ഞ ഫൗണ്ടേഷനും ഇത് നമുക്ക് ഈസിയായി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി പ്രീ ഫാബ്രിക്കേറ്റഡ് ഓഫ് സൈറ്റ് ആൻഡ് ഹോൾഡ് ഓർ ലിഫ്റ്റഡ് ഇൻ ടു ദ പ്ലേസ്. അതിപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് കോമൺലി ബോസ്റ്ററിംഗ് ഗർഡർ ബ്രിഡ്ജ് യൂസ് ചെയ്യാം. അതായത് ഓഫ് സൈറ്റിൽ ഉണ്ടാക്കി പിന്നെ സൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവെക്കാനൊക്കെ എളുപ്പമാണ് ബോസ്റ്ററിംഗ് ഗർഡർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബോസ്റ്ററിംഗ് ഗർഡർ ബ്രിഡ്ജിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ആർച്ച് ബ്രിഡ്ജും ആണ്, അതുപോലെ തന്നെ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രസ് ബ്രിഡ്ജും ആണ്. പക്ഷേ ഇതിലുള്ള ട്രസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റൽ കർവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ട്രസ് ബ്രിഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ ഡീപ്പറും ഹയറും ആയിട്ടുള്ള ട്രസ്സസും ആയിരിക്കും ബോസ്റ്ററിംഗ് ഗർഡർ ബ്രിഡ്ജിൽ കോമൺലി യൂസ് ചെയ്യുന്നത്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ഈസ് പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് സ്പാൻ ആൻഡ് ഹെവി ലോഡിങ്. അപ്പോൾ കോമൺലി പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ലോങ് സ്പാനിനും അതുപോലെ ഹെവി ലോഡിങ്ങും വരുന്ന കണ്ടീഷനിൽ കോമൺലി പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജസ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ സ്പാൻ കൂടിയ ബ്രിഡ്ജസും അതുപോലെ തന്നെ ഹെവി ലോഡിങ്ങും ആണ് ആ ട്രാഫിക്കിൽ വരുന്നതെങ്കിൽ അവിടെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Then it consists of a web with top and bottom flanges built by steel plate and connected together by angles. അതായത് കോമൺലി ഒരു പ്ലേറ്റ് ഗർഡർ ഇവിടെ യൂസ് ചെയ്യും. ലോഡ് ക്യാരി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്ലേറ്റ് ഗർഡർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ടോപ്പിൽ വെബും ബോട്ടത്തിൽ ഫ്ലാഞ്ചസും ഉണ്ടാവും. പിന്നെ സ്റ്റീൽ പ്ലേറ്റും തന്നെ അത് ഒരു ആംഗിൾ വെച്ചായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെബ് വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ചസ് ബിൽഡ് ബൈ സ്റ്റീൽ പ്ലേറ്റ് ആൻഡ് കണക്റ്റഡ് ടുഗെദർ ബൈ ആംഗിൾ. അതായത് ഈ ബ്രിഡ്ജസിൽ ഒരു ടോപ്പിൽ വെബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ബോട്ടത്തിൽ സ്റ്റീൽ പ്ലേറ്റ് വഴി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഫ്ലാഞ്ചസും വെബും പ്രൊവൈഡ് ചെയ്തിട്ട് അത് പിന്നെ ആംഗിൾ വെച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്ലേറ്റ് ഗർഡർ. എന്താ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡിസൈനിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് പ്ലേറ്റ് ഗർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് ഗർഡറും കൂടി അഡീഷണലായി കൊടുക്കുമ്പോഴാണ് പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജ് ആവുക. അപ്പോൾ ഹെവി ലോഡിങ്ങും ഇനി വളരെ ഹൈ ട്രാഫിക്കും ഒക്കെയാണ് അവിടെ നമ്മൾ കോമൺലി ഏതാണ് യൂസ് ചെയ്യുക? പ്ലേറ്റ് ഗർഡർ ബ്രിഡ്ജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. അതായത് സൂപ്പർ സ്ട്രക്ചറിനെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടത്. ഞാനെന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.